ഹലോ, നമസ്കാരം. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ നമ്മുടെ നാട്ടിലും ഏകദേശം നല്ല വിശേഷമല്ലേ? നല്ല വിശേഷം കേൾക്കൽ തുടങ്ങി. നാട് ഇതല്ല മൊത്തത്തിൽ. ഇപ്പോൾ യുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ തന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റേ കുട്ടികളില്ലേ, സുരേഷ് ഗോപിയുടെ മറ്റേ മക്കൾ ഭയങ്കര ആഹ്ലാദമായിരുന്നു അല്ലേ? എന്താണ്, ഞങ്ങൾക്ക് കാന നയിച്ചായി, ഗ്യാസ് നയിച്ചായി, നമുക്ക് മന്ദിർ ബസ് ഓ ബസ് അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞ് ചാണകങ്ങൾ. ഇപ്പോൾ ആ ഡൽഹിയിലേക്ക് എന്താ തല്ല് ഗ്യാസിന് വേണ്ടിയിട്ട് അടിയോടടിയാണ്. ഇപ്പം ഇന്നലെ ഇപ്പോൾ കണ്ട് പോലീസുകാരൊക്കെ ഈ ആദ്യ വടി ഈ ആദ്യ പൈപ്പിൻ്റെ എന്താ പറയുക വണ്ണാണ്, അതിലാണ് തച്ച് പുറം പൊളിക്കണത്. അപ്പം ഇങ്ങനെ വരഞ്ഞിൻ്റെ ഓരോ പുറത്ത്. ഇപ്പോൾ കേരളത്തിലും പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാഴ്ച മേലെ ഇപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. സാധാരണ ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ കിട്ടലുള്ളൂ. പക്ഷേ കാരണം ഷോർട്ടേജ് തന്നെയാണ് എല്ലാ വർഷവും. പറയാൻ മാത്രമേ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ ഗ്യാസിൻ്റെ എന്താ ഇവിടെ വെയർ ഹൗസും അതിൻ്റെ ഓഫീസൊക്കെ തൊട്ടടുത്തുണ്ട്. എന്താ ചെയ്യുക, ആഹ്ലാദിപ്പിൻ അത്രേ പറയാനുള്ളൂ. വേറെ ഇപ്പോൾ എന്താ പറയാനുള്ളത്? പഴയ കാലത്ത് നമ്മൾ തൊട്ടടുത്ത പറമ്പിൽ ചുള്ളൽ പറക്കലും എന്താ ചവറ് കോരലും ഒക്കെ അല്ലായിരുന്നു. അതൊക്കെ വീണ്ടും എന്താ പറയുക തുടങ്ങിക്കോളി. അതെന്നെ ഇപ്പോൾ മാർഗമുള്ളൂ, വേറെ പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. എന്തായാലും പെട്ടെന്ന് തീരുന്നതാണ് നമ്മളെല്ലാവരും പ്രാർത്ഥന, തീരട്ടെ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ കുട്ടികളൊക്കെ കാലത്തിൻ്റെ സ്കൂളിൽ പോണ മക്കളുണ്ടാവില്ലേ, ചിലവർക്ക് 7 മണിക്ക് 6:30 6 മണിക്കൊക്കെ വണ്ടി വരുന്ന ചില സ്കൂളുണ്ട്. നമ്മുടെ അടുത്തുണ്ട്. എൻ്റെ കുട്ടികളൊക്കെ പിന്നെ ഗവൺമെൻറ്റിലാണ്. അവർ പിന്നെ 9:30 മണിക്കൊക്കെ വണ്ടി വരുള്ളൂ. 10 മണിക്ക് 9:30 എത്തുള്ളൂ. 10 മണിക്ക് എത്തിയാൽ മതി. പിന്നെ മദ്രസൻ്റെ കുട്ടിക്ക് അതിന് പക്ഷേയുള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റ് പോകും. അപ്പോൾ ഗ്യാസ് എന്തായാലും പെട്ടെന്ന് വരണം. മറ്റേത് ഗ്യാസ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വിറകെടുത്ത് അത് കത്തി വരുമ്പോൾ തന്നെ ഒരു 5-10 മിനിറ്റ് പിടിക്കും. എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും നല്ലപോലെ മേലുള്ള ആളോട് നല്ലപോലെ പ്രാർത്ഥിക്കുക. നമുക്കതേ പറ്റുള്ളൂ, അത് തീരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഖത്തറിലൊന്നും ഇല്ലാണ്ട് പ്രശ്നമൊന്നും ഇല്ല. ഇപ്പോൾ ഏകദേശം ഇവിടെ ശാന്തമായി കിടക്കും. ഇവിടെ അങ്ങനെ പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. നമുക്കായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇതാണ് ഗ്യാസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.